But possessing weapons, nuclear weapons, is simply inconsistent with the moral authority that India had acquired over the last 30 years to tell the world that our goal is a nuclear weapon-free state. If you seriously believe in a nuclear weapon-free world, I urge you, I most humbly urge you, abjure weaponization. It is simply inconsistent. It cuts at the very root of our commitment to a nuclear weapon-free state to acquire a whole arsenal of nuclear weapons. 1998 ഇന്ത്യ പൊഹ്റാൻ 2 പരീക്ഷണം നടത്തിയതോടെയാണ് ഒരു വലിയ ആണവ ശക്തിയാണെന്ന് പ്രഖ്യാപിക്കുന്നത്. പലർക്കും തോന്നാം ഇന്ദിരാഗാന്ധിയുടെ കാലത്താണല്ലോ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയതും ഇന്ത്യ ഒരു ആണവ ശക്തിയായിട്ട് തീർന്നതുമെന്ന്. പക്ഷേ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം 1998 പരീക്ഷണമായിരുന്നു ഇന്ത്യ ഒരു ആണവ ശക്തിയാക്കി മാറ്റുന്നതിൽ നിർണായകമായിട്ടുള്ള ഒരു പരീക്ഷണം. ആ സമയത്ത് അന്ന് പ്രതിപക്ഷത്ത് കോൺഗ്രസ് ആണ് പ്രധാന കക്ഷി എന്ന് പറയുന്നത്. പി ചിദംബരം, ഇപ്പോൾ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മുതിർന്ന നേതാവായിട്ടുള്ള പി ചിദംബരം കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം അതിനെ ശരിക്കും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ടാണ് കണ്ടത്. എന്ന് വെച്ചാൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തുന്നത് അനാവശ്യമായിട്ടുള്ള ആയുധ മത്സരത്തിനിടയാക്കുമെന്നും ശത്രുക്കളെ ക്ഷണിച്ചു വരുത്തുമെന്നും നിലവിൽ ചൈന നമ്മുടെ ശത്രുവല്ല പക്ഷേ ശത്രുവായിട്ട് മാറുമെന്നും അതുപോലെ തന്നെ അമേരിക്കയും പാകിസ്ഥാനും ചൈനയും ഒക്കെ ഇതിനെ ഒരു പ്രശ്നമായിട്ട് കാണുമെന്നും ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം ആണവായുധങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്ന ഒരു സമാധാനപൂർണമായ ലോകത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നുമൊക്കെയായിരുന്നു പി ചിദംബരം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് കേൾപ്പിക്കാം. It is not simple, sir. We don't make a bomb and keep it in the basement. Mr. Jagmohan asked Mr. Natwar Singh, what was the difference between 1974 and 1998? The difference was this: Indira Gandhi tested. She did not utter the word weaponization. You tested, and before the mushroom cloud died down, your ministers were talking about weaponization, about mounting warheads and missiles, about an unfinished agenda, about hot pursuit, about a fourth war. കുറച്ച് കാര്യങ്ങൾ പ്രേക്ഷകർ കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ വീഡിയോയുടെ അവസാനത്ത് കുറച്ച് ഭാഗത്തു കൂടി ഞാൻ ആഡ് ചെയ്യാം. സോ പി ചിദംബരത്തിന്റെ കോൺഗ്രസ് പാർട്ടിയുടെ അന്നത്തെ നിലപാടുകളാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്. ഇവിടെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആദ്യം തന്നെ പറയാം. 1971 പൊഹ്റാൻ 1 ആണവ പരീക്ഷണവും അടൽ ബിഹാരി വാജ്പേയി സർക്കാർ നടത്തിയ 1998 പൊഹ്റാൻ 2 പരീക്ഷണവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്. രാജസ്ഥാനിലെ പൊഹ്റാൻ ടെസ്റ്റ് റേഞ്ചിലാണ് രണ്ടും നടന്നത് എങ്കിലും ഈ രണ്ട് പരീക്ഷണങ്ങളുടെയും ലക്ഷ്യം, സാങ്കേതിക വിദ്യ, നയതന്ത്ര നിലപാടുകൾ എന്നിവ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു. എന്തായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ പരീക്ഷണം? ഇരിക്കുന്ന ബുദ്ധൻ എന്ന പേരിലാണ് ഈ ഒരു പരീക്ഷണം എന്ന് അറിയപ്പെട്ടത്. ഇന്ത്യയുടെ അന്നത്തെ ഔദ്യോഗിക നിലപാട് എന്തായിരുന്നു? സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ള ആണവ പരീക്ഷണം എന്നത് മാത്രമായിരുന്നു ഇന്ത്യ അതിനെ വിശേഷിപ്പിച്ചത്. ലക്ഷ്യം എന്താണ്? ആഗോളതലത്തിൽ തങ്ങളുടെ സാങ്കേതിക ശേഷി തെളിയിക്കുക എന്നത് മാത്രമായിരുന്നു ഇന്ത്യയുടെ പ്രാഥമിക ലക്ഷ്യം. ആയുധവൽക്കരണം അന്ന് ഇന്ത്യ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നില്ല. എന്ന് വെച്ചാൽ ആ പരീക്ഷണത്തോടെ വേണമെങ്കിൽ ആണവായുധം ഉണ്ടാക്കാൻ ഇന്ത്യക്ക് കഴിയും എന്ന് സാങ്കേതികമായി ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തു. ഇന്ത്യയുടെ ടെക്നോളജി പരമായിട്ടുള്ള ഒരു വികസനത്തിന്റെ തെളിവായിട്ടത് മാറി. എന്ന് വെച്ചാൽ ഇന്ത്യക്ക് എപ്പോൾ വേണമെങ്കിലും ആണവ ആയുധങ്ങൾ നിർമ്മിക്കാൻ കഴിയുമെന്ന് അന്ന് ലോകം മനസ്സിലാക്കി. അതാണ് ഇന്ദിരാഗാന്ധി നടത്തിയ പരീക്ഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം. അത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ടേണിംഗ് പോയിന്റ് ആണ്. ഇന്ദിരാഗാന്ധിയോട് നന്ദിയോടെ തന്നെ നമ്മൾ ആ ഒരു കാലത്തെ ആ നേട്ടങ്ങൾക്ക് നന്ദിയോടെ തന്നെ ഇന്നത്തെ തലമുറ അവരെ കാണണം. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരികളിൽ ഒരാളായിരുന്നു ഇന്ദിരാഗാന്ധി എന്ന കാര്യത്തിൽ ഒരു തരി പോലും സംശയമില്ല. എന്നാൽ അത് മതിയായിരുന്നോ ഇന്ത്യയുടെ ആണവ സ്വപ്നങ്ങൾക്ക് എന്നത് എത്ര പേർക്കറിയാം? അത് മതിയായിരുന്നില്ല. അന്നത്തെ സാഹചര്യത്തിൽ നമുക്കത് ബെസ്റ്റ് ആയിരുന്നു. കാരണം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അത് വളരെ പ്രധാനമായിരുന്നു. ആണവായുധം കണ്ടുപിടിച്ചതോടെയാണ് ചൈനീസ് ഭീഷണികളെ പ്രതിരോധിക്കാനും പാകിസ്ഥാനെ ഒരു മൂലക്കിരുത്താനും നമുക്ക് കഴിഞ്ഞത് എന്നതൊരു വസ്തുതയാണ്. ഇന്ത്യ 1971 പൊഖ്റാൻ നടത്തിയതിനു ശേഷം ഈ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾക്ക് ആണവ സാങ്കേതിക വിദ്യ കൈമാറുന്നത് തടയാൻ വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ NSG എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് തന്നെ രൂപീകരിക്കപ്പെട്ടു. നമ്മളപ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കണം.
അപ്പോൾ അതിനുശേഷം ഇന്ത്യ ഈ കണ്ടുപിടിച്ച ആണവ ടെക്നോളജി ഉപയോഗിച്ച് ആണവായുധങ്ങൾ മിസൈലുകളിൽ ഘടിപ്പിക്കാനോ എയർക്രാഫ്റ്റുകളിൽ ഘടിപ്പിച്ച് ഏതെങ്കിലും രാജ്യത്ത് വിക്ഷേപിക്കാൻ പാകത്തിന് ആണവ പോർമുനകൾ നിർമ്മിച്ചു വയ്ക്കാനോ തയ്യാറായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം 1998 അവിടുത്തെ ടേണിംഗ് പോയിന്റ്. അന്ന് നമ്മൾ ഈ പരീക്ഷണത്തിന് കൊടുത്ത പേര് ഓപ്പറേഷൻ ശക്തി എന്നാണ്. ആ സമയത്തെ 98 അടൽ ബിഹാരി വാജ്പേയി ഗവൺമെന്റിന്റെ ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാടെന്ന് പറയുന്നത് ഇന്ത്യ ഒരു ആണവായുധ ശക്തിയാണ് എന്ന് പരസ്യമായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചു എന്നതാണ്. പീസ്ഫുൾ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, പകരം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആണവായുധം നിർമ്മിച്ചു എന്ന് നമ്മൾ ലോകത്തോട് പ്രഖ്യാപിച്ചു. മാത്രമല്ല, മിസൈലുകളിൽ ഘടിപ്പിക്കാൻ പാകത്തിലുള്ള ആണവായുധങ്ങൾ സജ്ജമാക്കുക, രാജ്യത്തിന് വ്യക്തമായ പ്രതിരോധ നയം ഉണ്ടാക്കുക എന്നിവയായിരുന്നു 98 പരീക്ഷണത്തിന്റെ ലക്ഷ്യം. ഈ 98 നമ്മൾ നടത്തിയ പരീക്ഷണത്തെ തുടർന്നാണ് നമുക്ക് മിസൈലുകളിൽ ആണവായുധങ്ങൾ ഘടിപ്പിക്കാൻ കഴിഞ്ഞത്, എയർക്രാഫ്റ്റുകളിൽ ആണവായുധങ്ങൾ കൊണ്ട് വിക്ഷേപിക്കാനുള്ള ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞത്. ഏതൊക്കെ സേനകൾക്ക് എങ്ങനെയൊക്കെ ആണവായുധം ഉപയോഗിക്കാം, ആർക്കാണ് അതിന്റെ കൺട്രോള്, എന്താണ് ഇതിന്റെ ഇന്ത്യ ഗവൺമെന്റിന്റെ ആണവായുധം ഉപയോഗിക്കാനുള്ള മാനദണ്ഡങ്ങൾ, ഏത് ഘട്ടത്തിൽ ഉപയോഗിക്കാം, ഏത് ഘട്ടത്തിൽ ഉപയോഗിക്കാൻ പാടില്ല, ആരുടെയൊക്കെ അനുമതിയാണ് ആവശ്യം, എത്ര ആണവായുധങ്ങൾ നിർമ്മിക്കാം, എവിടെയൊക്കെ അത് വിന്യസിക്കണം, എവിടെയൊക്കെ അത് സംരക്ഷിക്കണം തുടങ്ങിയ സുപ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം പ്രധാനമായിട്ടുണ്ടാവുന്നത് 98 പൊഖ്റാൻ 2 ശേഷമാണ്. പൊഖ്റാൻ 1 നമുക്ക് സാങ്കേതിക വിദ്യ ഉണ്ടെന്ന് ലോകത്തിന് കാണിക്കാൻ കഴിഞ്ഞുവെങ്കിൽ 98 പൊഖ്റാൻ 2 നമുക്ക് ആണവായുധം നിർമ്മിച്ച് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ നമ്മൾ പോകുന്നു എന്ന് ലോകത്തോട് പറയാനും അതിനുശേഷം ആണവായുധങ്ങൾ രാജ്യത്ത് നിർമ്മിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ കൂടുതൽ ശക്തമാക്കാനും നമ്മളെ സഹായിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതേ തുടർന്നാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കുമേൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത്. തുടർന്ന് നയതന്ത്ര ചർച്ചകളിലൂടെ ഇന്ത്യയുടെ ആണവ രാഷ്ട്രം എന്ന പദവി ലോകരാജ്യങ്ങൾ അംഗീകരിച്ചു എന്നത് വേറെ കാര്യം. അപ്പൊ നമ്മളിവിടെ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് 98 ആണവ പരീക്ഷണം നമ്മുടെ രാജ്യത്തിന് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. വെറുതെ നമ്മളെടുത്ത് പരീക്ഷിച്ചതല്ല. ഇതിനൊരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ഉറപ്പുള്ള ഒരു ഭരണകൂടം വേണം. അന്ന് നമ്മുടെ പി ചിദംബരം അദ്ദേഹം ഈ UPI കുറിച്ച് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. എങ്ങനെയാണ് പച്ചക്കറി കടയിലെ അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള സാധാരണക്കാര് ഡിജിറ്റൽ പേയ്മെന്റ് നടത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ആ ഒരു പ്രോജക്റ്റിനെ തന്നെ പരിഹസിച്ചു. ഇന്നിപ്പോ എങ്ങനെയാണെന്ന് മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം UPIയിലൂടെ അവർ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ പി ചിദംബരം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ആയുധങ്ങളൊക്കെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ ചൈന നമ്മളെ ഗൗരവത്തോടെ ശത്രുതയോടെ കാണും, പാകിസ്ഥാൻ ശത്രുതയോടെ കാണും, അമേരിക്ക ശത്രുതയോടെ കാണും, അനാവശ്യമായിട്ടുള്ള ശത്രുക്കളെ ഉണ്ടാക്കുന്നതായിരിക്കും അത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഭയമായിരുന്നു. ചിദംബരം അടക്കമുള്ള നേതാക്കൾക്ക് മറ്റ് രാജ്യങ്ങളോട് ഭയമായിരുന്നു. ധൈര്യമുള്ള കോൺഗ്രസ് ഭരണാധികാരികൾ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ഈ രാജ്യത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരുണ്ട്. ഇപ്പൊ ഇന്ദിരാഗാന്ധി, ലാൽ ബഹദൂർ ശാസ്ത്രി, ഒരു പരിധിവരെ ജവഹർലാൽ നെഹ്റു, അവരൊക്കെ ധീരന്മാരായിട്ടുള്ള ഭരണാധികാരികളായിരുന്നു. ഞാൻ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ വ്യൂ പോയിന്റിലൂടെ അല്ല സംസാരിക്കുന്നത്. നിഷ്പക്ഷമായി നോക്കിയാൽ തെറ്റുകുറ്റങ്ങൾ എല്ലാ ഭരണാധികാരികൾക്കും കാണും. പക്ഷേ ഇന്ദിരാഗാന്ധി ഒരുപാട് രാജ്യത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയുടെ കാലത്ത് പോലും പല നേട്ടങ്ങൾ ഈ രാജ്യത്തിന് ഉണ്ടായിട്ടുണ്ട്, കോട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പി ചിദംബരത്തെ പോലുള്ള ഭീരുക്കളായിരുന്നു പിന്നീട് നമ്മുടെ രാജ്യത്ത് നമ്മൾ കണ്ടത്. ഈവൻ നരസിംഹറാവു പോലും രാജ്യത്തെ സാമ്പത്തിക മേഖലയെ ഉടച്ചു വാർത്തൊരു മനുഷ്യനാണ്. ഉറച്ച തീരുമാനം എടുക്കാനുള്ള ധൈര്യം അദ്ദേഹം കാണിച്ചു. അദ്ദേഹത്തിന്റെ പാർട്ടിക്കകത്ത് തന്നെ അദ്ദേഹത്തിന് പല പ്രശ്നങ്ങൾ നേരിട്ടിട്ട് പോലും. 1998 ഇന്ത്യ ഒരു ആണവ ശക്തിയായിട്ട് മാറിയില്ലായിരുന്നുവെങ്കിൽ, അടൽ ബിഹാരി വാജ്പേയി അങ്ങനെ ഒരു റിസ്ക് എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. AI കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു വശത്ത് ചൈന, തുർക്കി, പാകിസ്ഥാനൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് നിന്ന് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ന് ഇന്ത്യ ലോകത്തെ ഗ്രേറ്റ് പവേഴ്സിൽ ഒന്നാണ്. 1998 ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു. അന്ന് നമ്മൾ ധൈര്യത്തോടെ അത് ചെയ്തു. അതുകൊണ്ട് ഇന്നൊരു വലിയ ആണവ ശക്തിയായിട്ട് മാറി. ചൈന പോലും ഭയക്കും നമ്മളെ ആക്രമിക്കാൻ. ചിദംബരം ചോദിച്ചത് ഇത് എങ്ങനെയാണ് ഇന്ത്യക്ക് സുരക്ഷ നൽകുക എന്നതാണ്. എയർക്രാഫ്റ്റ് ആണെങ്കിൽ നമുക്ക് അതുകൊണ്ട് അകത്ത് പോയി ആക്രമിക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്നതിനെ പ്രതിരോധിക്കാം. ഈ ബോംബ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഇത് എന്തായാലും ആരും ഉപയോഗിക്കാൻ പോകുന്നില്ല. അമേരിക്ക മാത്രമാണ് ഒരേ ഒരു തവണ ഇത് ഉപയോഗിച്ചത്. ഇന്ത്യ ഇത് ജീവിതകാലത്ത് ഒരിക്കലും ഉപയോഗിക്കില്ല. പിന്നെ എങ്ങനെയാണ് ഇത് ഇന്ത്യക്ക് സുരക്ഷ നൽകുന്നത് എന്നായിരുന്നു ചിദംബരം ചോദിച്ചത്. അത്രയ്ക്കേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ഒക്കെ വിവരം. ഇത് കയ്യിലുള്ളത് കൊണ്ടാണ് അമേരിക്ക പോലും നമ്മളെ തൊടാൻ ഭയക്കുന്നത്. ഇന്നത്തെ കാലത്ത് ആണവായുധത്തിന്റെ ശക്തി എന്താണെന്ന് ഇറാനോടും അതുപോലെ നമ്മുടെ ഉക്രൈനോടും ചോദിച്ചാൽ മതി. ആണവായുധം ഉണ്ടായിരുന്നെങ്കിൽ ഇസ്രയേലും അമേരിക്കയും ഇറാനെ എങ്ങനെ ആക്രമിക്കുമോ? അല്ലെങ്കിൽ ആണവായുധം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് കണ്ടാണ് അവരെ ആക്രമിക്കുന്നത്. ഉണ്ടായിരുന്നെങ്കിൽ തൊടില്ല. എന്തുകൊണ്ട് ഉത്തര കൊറിയ ആക്രമിക്കുന്നില്ല? ഉക്രൈനെ റഷ്യ ആക്രമിച്ചതും എന്തുകൊണ്ടാണ്? ഉക്രൈന്റെ കയ്യിൽ ആണവായുധം ഇല്ലാത്തതുകൊണ്ടാണ്.
അതേ ധൈര്യം റഷ്യ ഈ പറയുന്ന അമേരിക്കയോ അല്ലെങ്കിൽ ഫ്രാൻസിനെയോ ആക്രമിക്കാൻ കാണിക്കില്ല. കാരണം അവരുടെ കയ്യിൽ ആണവായുധമുണ്ട്. അപ്പൊ ഈ ആണവായുധം എങ്ങനെ സുരക്ഷ നൽകുന്നു എന്ന് ഇന്ന് നമുക്കറിയാം. 98-ൽ ചിദംബരത്തിന് അറിയില്ല. ചിദംബരത്തെക്കാൾ പ്രായമുണ്ടെന്ന് അദ്വാനിക്കും അടൽ ബിഹാരി വാജ്പേയിക്കും. അവർക്ക് തോന്നി, ആ പ്രായമായ മനുഷ്യന്മാർ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഞെളിഞ്ഞു നിന്ന് ലോകത്തിന്റെ മുന്നിൽ പറയുന്നു വലിയ ശക്തിയാണെന്ന്. നമ്മൾ പേടിച്ചിരുന്നിരുന്നുവെങ്കിലോ ഉപയോഗിക്കാതെ. സാധനം ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ ഉണ്ടാക്കില്ല. ഉണ്ടാക്കി കഴിഞ്ഞാൽ ചൈന പിണങ്ങും, അമേരിക്ക പിണങ്ങും, പാകിസ്ഥാൻ പിണങ്ങും. അതായിരുന്നു നമുക്ക് 98 മുമ്പ് വരെയുള്ള നമ്മുടെ അവസ്ഥ. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. അപ്പൊ ഇന്നത്തെ നിലയിലേക്ക് നമുക്ക് വളരാൻ കാരണമായത് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള വാജ്പേയി ഗവൺമെന്റിന്റെ ആ തീരുമാനമായിരുന്നു. ഇന്ന് നരേന്ദ്രമോദിയുടെ പല തീരുമാനങ്ങളെയും എതിർക്കുന്നവർ നാളെ അത് മാറ്റി പറയേണ്ട ഒരു ദിവസം വരും. ഇനി എന്താണ് നമ്മൾ ആണവായുധം പരീക്ഷിച്ചപ്പോ ഈ പി ചിദംബരം പറഞ്ഞത്? ആണവായുധവൽക്കരണം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്നാണോ ഈ നമ്മുടെ പ്രധാനമന്ത്രി, അന്ന് വാജ്പേയി ആണല്ലോ പ്രധാനമന്ത്രി പറയുന്നത്? ഇത് ഒരു തരത്തിലും എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഇതില്ലാതെ എത്രയോ വർഷമായിട്ട് നമ്മൾ പാകിസ്ഥാനായിട്ട് യുദ്ധം ചെയ്തിട്ടില്ല. 25 വർഷത്തിന് മുകളിലായി. നമ്മൾ ചൈനയുമായിട്ട് യുദ്ധം ചെയ്തിട്ട് 10-30 വർഷം കഴിഞ്ഞു. അപ്പൊ പിന്നെ ഇപ്പൊ എന്തിനാണ് നമ്മൾ ഇത് പരീക്ഷിക്കേണ്ട കാര്യം എന്നാണ് പി ചിദംബരം ചോദിച്ചത്. ഇത് പരീക്ഷിച്ചതിലൂടെ വീണ്ടും നമ്മൾ പാകിസ്ഥാനെയും ചൈനയും ഒക്കെ ശത്രുക്കളാക്കി മാറ്റുകയല്ലേ ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനോട് സാദൃശ്യമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് 2010-ന് ശേഷം നമ്മുടെ ആന്റണി പറഞ്ഞത്. നമ്മൾ കുറെ കാലം നമ്മുടെ അതിർത്തികളിൽ യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയില്ല എന്നുള്ളത്. അതായത് ചൈനയ്ക്ക് ഇഷ്ടപ്പെടില്ല എന്ന് കരുതിയിട്ട് നമ്മൾ അവരെ പ്രൊവോക്ക് ചെയ്യാതിരിക്കാനാണ് ശ്രമിച്ചത് എന്നും. സോ നമ്മൾ ചൈനയെ പ്രൊവോക്ക് ചെയ്യാതിരുന്നത് കൊണ്ടാണ് ആ സമയത്ത് 98-ൽ ചിദംബരം പറഞ്ഞ പോലെ കുറെ കാലം ചൈനയുമായിട്ട് പ്രശ്നമില്ലാതിരുന്നത്, അല്ലെങ്കിൽ പാകിസ്ഥാൻ നമ്മൾ ആക്രമിക്കാൻ വരാത്തത്. മറിച്ച് നമ്മളെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ അവരൊക്കെ തന്നെ അത് തടയാൻ വരുമായിരുന്നു. അപ്പോ 98-ൽ ഇന്ത്യ ചെയ്തത് എന്താണ്? നമ്മുടെ രാജ്യത്തെ ശക്തമായ ഒരു ആണവ ശക്തിയാക്കി മാറ്റാൻ വേണ്ട കാര്യങ്ങളാണ് ചെയ്തത്. ആ സമയത്ത് നമുക്ക് വേണ്ട എല്ലാ ആണവ പരീക്ഷണങ്ങളും നമ്മൾ നടത്തി. അതോടെ നമ്മുടെ ശക്തി എന്താണെന്നുള്ളത് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റി. അന്ന് അടൽ ബിഹാരി വാജ്പേയിയുടെ സ്ഥാനത്ത് ചിദംബരമോ അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ആരെങ്കിലുമാണ് പ്രധാനമന്ത്രിയെങ്കിൽ അതിനുള്ള ധൈര്യം കാണിക്കില്ല. ഇന്നും ചിലപ്പോൾ നമ്മൾ ആ 74-ൽ നടത്തിയ പരീക്ഷണവും വെച്ചുകൊണ്ടിരുന്നേ. അതേ സമയത്ത് പാകിസ്ഥാൻ അടക്കം ഒരുപാട് രാജ്യങ്ങൾ ആണവ പോർമുനകൾ ചിലപ്പോൾ നിർമ്മിച്ചേനെ. ഇന്നിപ്പോ ചൈനയ്ക്ക് 600-700 ആണവായുധങ്ങളുണ്ട്. 1974-ൽ ആണവായുധ സാങ്കേതിക വിദ്യ വികസിപ്പിച്ച ഇന്ത്യയുടെ കയ്യിൽ 200-ൽ താഴെയുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കണം. അത് തന്നെ മോദി വന്നതിന് ശേഷമാണ് ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിന്റെ എണ്ണത്തിൽ വർധനവുണ്ടായത്. ഇതൊക്കെ കണക്കുകൾ വെച്ചാണ് ഞാൻ പറയുന്നത്, വെറുതെ വന്ന് നരേന്ദ്രമോദിയെ പൊക്കി പറയുന്നതല്ല. സോ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ചിദംബരം കരുതിയത് ഇത് ഇന്ത്യയുടെ സാമ്പത്തിക മേഖല തകർക്കും, ഇന്ത്യ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധത്തെ ബാധിക്കും, വാജ്പേയി സർക്കാർ ഈ കാണിച്ചത് ശരിയല്ല, ലോകരാജ്യങ്ങൾ ആണവായുധത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ആണവായുധം വേണ്ടെന്ന് വെക്കുമ്പോൾ ഇന്ത്യ അതിലേക്ക് ഒരു മത്സരത്തിലേക്ക് ഇറങ്ങിയത് ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ് എന്നായിരുന്നു പി ചിദംബരം വിശ്വസിച്ചത്. മാത്രമല്ല, നമ്മൾ യുക്രൈൻ ഈ അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെ വാക്ക് കേട്ടുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന ആണവായുധമൊക്കെ നശിപ്പിച്ചു കളഞ്ഞു യുക്രൈൻ. ഇന്നിപ്പോൾ യുക്രൈന്റെ അവസ്ഥ എന്താണ്? ഉക്രൈന്റെ കയ്യിൽ ആണവായുധം ഉണ്ടായിരുന്നെങ്കിൽ റഷ്യ ഇത്ര ധൈര്യമായിട്ട് ഉക്രൈനെ ആക്രമിക്കുമോ? റഷ്യ നമ്മുടെ സുഹൃത്തൊക്കെ തന്നെയാണ്, ആക്രമിക്കില്ല. പക്ഷേ 1000 വട്ടം ആലോചിക്കും. അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പി ചിദംബരത്തെ പോലുള്ളവരുടെ കാഴ്ചപ്പാടതാണ്. അവരൊരു കാലത്തും രാജ്യത്ത് നല്ലതുണ്ടായപ്പോൾ അതിനെയൊന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു പക്ഷേ പ്രതിപക്ഷത്തിരിക്കുന്നതുകൊണ്ടാവാം. ഇപ്പോൾ 370 അനിശ്ചിതം എടുത്തു മാറ്റിയപ്പോൾ കോൺഗ്രസ് ഗവൺമെന്റും അതിന്റെ നേതാക്കളും അതിനെ എതിർത്തില്ലേ? ഗ്രേറ്റ് നിക്കോബാർ ദ്വീപുകളിൽ ഇന്ത്യ ഒരു വലിയ പോർട്ടും അനുബന്ധ സൗകര്യങ്ങളും ബേസും ഒക്കെ ഇപ്പോൾ ഒരുക്കുന്നുണ്ട്. അതിനെ എതിർക്കുന്നില്ലേ രാഹുൽ ഗാന്ധി? സോ നമ്മുടെ രാജ്യത്ത് നല്ലത് എന്തെങ്കിലുമൊക്കെ കണ്ടപ്പോഴൊക്കെ അവരതിനെ എതിർത്തിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. പി ചിദംബരത്തിന്റെ ഒക്കെ രാഷ്ട്രീയമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടൊക്കെ വളരെ ന്യൂനമാണ്. യാതൊരു ദീർഘവീക്ഷണവും ഇല്ലാത്തൊരു മനുഷ്യനാണ്. ഇവരൊക്കെയാണ് ഒരു സമയത്ത് ഇന്ത്യ ഭരിച്ചത് എന്നുള്ളതാണ് നമ്മളെ അമ്പരപ്പിക്കുന്നത്. This debate is about any that has followed the testing would have been absent. This debate is about the consequences of that action that you took on 11th May and the 13th May, and has this government thought through the implications of what they've done? Sir, testing is the first step. Next is weaponization. Yesterday, the defense minister is reported to have said that weaponization is complete. The day after the test, a cabinet minister was quoted as having said in Bangalore, the next step is mounting warheads and missiles. On the day the two scientists told the nation that weaponization is underway, that same evening the political advisor to the Prime Minister
appeared on Star TV and said no decision has been taken on weaponization. The Prime Minister has proclaimed that India is a nuclear weapon state. Now, what does that mean? Have we weaponized? Have we made weapons? And after you weaponize, the next stage is stockpiling. Have you thought through what stockpiling means? How many weapons will be in an active state and how many in a passive state? And after stockpiling, will you induct it into the armed forces? And after inducting it into the armed forces, will you mount it on missiles or other platforms? Has the government thought through all these things? I find no evidence of any such thinking in the Prime Minister's short statement or in the Prime Minister's long statement. I suspect he first intended to read the long statement, but then he decided discretion was the better part of valor and he read the short statement. This debate, we have bombs, not in the basement anymore, we have weapons now. What will we do with them? We'll have to either mount them on missiles or mount them in aircraft. You have made both your major neighbors sworn enemies as a result of what you did on 11th and the 13th of May. And what will they do? They will acquire air defense systems. As the scientists concede, some of your scientists think that we can get over their air defense systems, which means they will acquire air defense systems which can get over your missiles, which can get over your current air defense systems. They will acquire surface-to-air missiles. They will acquire air-to-air missiles. They may even ask superpowers to provide them a nuclear umbrella. And then what will you do? You will then acquire missiles which can get over their new air defense systems. This is precisely the kind of arms race which marked the Cold War for 30 years. I can understand an aircraft being an offensive weapon or a defensive weapon. If an aircraft strikes at enemy territory, it is a weapon of offense. You can fall back again and defend your own cities, defend your own targets. It's a weapon of defense. How is a nuclear bomb a weapon of self-defense? Where will you explode this nuclear bomb? If you use it as a weapon of offense, you will explode it in enemy territory. But as a weapon of self-defense, where will you explode it? And I ask you the further question. I dare you to stand up and say, Mr. Prime Minister, that you will ever use this nuclear weapon. This nuclear weapon can never be used. It was last used in Hiroshima and Nagasaki. For the last 57 years, no country in the world has dared to use this nuclear weapon. Weaponization, induction of this weapon into the armed forces, mounting weapons on missiles and aircraft, developing missiles to deliver it into enemy territory. These are very serious subjects on which I do not believe your government has a mandate to take a unilateral decision.